ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് തനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ദേവിയുടെ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം എങ്ങനെയാണ്, അവര് ജീവിക്കുന്ന സാഹചര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതുവരെയും നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന കാര്യവും നമ്മുടെ ആനന്ദ് എല്ലാവരുടെയും മുന്നിൽ ഉറക്കെ വിളിച്ച് പറയുകയാണ്. കൂടാതെ അവരുടെ ഷോപ്പിൽ നിന്ന് പൈസ കട്ടത് അത് ഉദയഭാനു തന്നെയാണ് എന്ന് തെളിവ് സഹിതം അവരെ എല്ലാവരെയും കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് നമ്മുടെ ആനന്ദിന്റെ അമ്മ അവൾ അകത്തേക്ക് കയറി പോവുകയാണ്. വളരെ സങ്കടത്തോടു കൂടി തന്നെ ദേവിയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെയല്ലേ കണ്ടത്, എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ബാലൻ സഹിക്കാൻ പറ്റാതെ ആനന്ദിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഗോമതിയുടെ അരികിലേക്ക് നമ്മുടെ ബാലൻ ചെല്ലുകയാണ്. അപ്പൊ ബാലനോട് ഗോമതി തട്ടിക്കയറുകയാണ് ചെയ്തത്. നിങ്ങളായിട്ട് കണ്ടുപിടിച്ച ഒരു ബന്ധമാണ് ഇത്, എന്നിട്ട് നിങ്ങൾ എൻ്റെ മകന്റെ ജീവിതം നശിപ്പിച്ചു. നിങ്ങൾ ഒരു കാര്യവും അന്വേഷിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ മകന്റെ ഞാൻ ഇനി അവന്റെ മുഖത്ത് എങ്ങനെ നോക്കും, അവന്റെ ജീവിതം നശിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് വളരെയധികം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ കുറ്റബോധത്താലും തല കുമ്പിട്ട് ഒന്നും പറയാനാകാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവളാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവി വരികയാണ് ഗോമതിയുടെ അരികിലേക്ക്. അതുപോലെ തന്നെ അവർ രണ്ടുപേരും മീനാക്ഷിയും അതുപോലെ മിത്രയും ഉണ്ട്, അവരും വരികയാണ്. അപ്പോൾ ആ സമയത്ത് ദേവിയോട് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടി നീ എൻ്റെ കൺമുന്നിൽ നിന്ന്, എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണെന്ന് പറഞ്ഞ് ഗോമതി അവളോട് പൊട്ടിത്തെറിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ വരുത്തി വെച്ച ഇവളുടെ അച്ഛനെ അമ്മയെ ഇവിടെ വരുത്തണം, എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നമുക്ക് അവരോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആനന്ദാണെങ്കിൽ ക്ഷമകെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവരാണെങ്കിൽ അവരുടെ ആ മോടിയൊക്കെ പുതുപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനങ്ങളും ബിസിനസിനെ പറ്റിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഉദയഭാനുവിന് അറിയാതെ അല്ലാതും വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഒക്കെ സഹികെട്ട് എല്ലാവരും ക്ഷമിച്ച് കുറച്ചു നേരം അതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവി കരയുകയാണ്. എന്തിനാണ് മോളെ നീ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഇവർ അറിഞ്ഞു വച്ചാ എന്നിങ്ങനെ ദേവി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യങ്ങൾ അറിഞ്ഞു എന്നാണ് ഇവൾ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളെ അപ്പം എല്ലാതും അവർക്ക് മനസ്സിലാവണം, തങ്ങളെ പറ്റിയുള്ള എല്ലാതും ഇവർ അറിഞ്ഞ കാര്യം അവരും മനസ്സിലാക്കണം. അപ്പം അതിനുശേഷം നമ്മുടെ ഉദയഭാനുവിന്റെ ഭാര്യ ശ്രീകല പറയുകയാണ്, അതെ ഇവള് ഈ വീട്ടിലെ മരുമകളാണ്, ഇവൻ താലി കെട്ടിയ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഇവൾക്ക് അവകാശമുണ്ട്, ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനൊന്നും നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷമ കെട്ടു നിൽക്കുന്ന നമ്മുടെ ആനന്ദ് അവിടെ ഇരുന്നൊരു എന്തോ ഒരു സാധനം എടുത്തിട്ട് ഉദയഭാനുവിന്റെ തലയ്ക്ക് അടിക്കാൻ പോകുമ്പോൾ എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയെ വീടിന് പുറത്താക്കി, 3 പേരെയും ഉദയഭാനുവിനെ ശ്രീകലയൊക്കെ പുറത്താക്കി വാതിലടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്പുറത്തെ വീട്ടുകാർക്ക് ഇതൊരു ആഘോഷമായി മാറുകയാണ്. അവരെല്ലാവരും ഇത് കാണുന്നുണ്ട്, എന്താ സംഭവിച്ചത് എന്നറിയാനുള്ള ആ ഒരു ഇതിൽ അവരവിടേക്ക് വരികയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലൻ തകർന്നടിഞ്ഞ ആ ഒരു സന്തോഷം അച്യുതന്റെ മനസ്സിൽ അയാൾക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.